ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയോട് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കാൻ വേണ്ടി പറയണം കേട്ടോ. ഞങ്ങളിപ്പോൾ ബില്ലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് വരാം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഡ്രസ്സ് മാറ്റി ഇരിക്കാൻ ഗൗതമും നിധിയും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ശിവാനിക്കും ഈ പറയുന്ന രേണുകൾക്കും വളരെ സന്തോഷമാവണം കേട്ടോ. തൻ്റെ മകളെ ഇനി ഈശ്വരമംഗലത്തോട്ട് കൊണ്ടുപോവാണല്ലോ എന്ന സന്തോഷം കൊണ്ട് അവർക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷവതികളായി അവർ ഇരിക്കണം കേട്ടോ. എന്നാൽ നേരെ ഗൗതമും നിധിയും പോകുന്നത് ഡോക്ടറുടെ റൂമിലോട്ടായിരിക്കും കേട്ടോ. ആ സമയം ഡോക്ടറുടെ ആണെങ്കിലോ ഈ ഒരു ആൾക്ക് വിളിച്ചും കൊണ്ടിരിക്കുകയാണ്, ഈ കമ്പൗണ്ടർ. അവൻ എവിടെ പോയി? അവൻ്റെ യാതൊരു വിവരവും ഇല്ലല്ലോ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് തൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആ സമയത്താണ് കേട്ടോ ഈ പറയുന്ന ഗൗതമും നിധിയും കടന്നു വരുന്നത്. ഗൗതമിനെയും നിധിയെയും കണ്ട ഉടൻ തന്നെ പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഇതിനിടയ്ക്ക് പെട്ടെന്ന് വസുന്ധര വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധര വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ പറയൂ മാഡം, അതെ ഞാനിവിടെ കമ്പൗണ്ടറെ കാണാനില്ല, അവനെ കാണാത്ത ആ ടെൻഷനിലാണ് ഞാൻ എന്ന് ഈ പറയുന്ന സമയത്താണ് കേട്ടോ ഗൗതമും നിധിയും കടന്നു വരുന്നത്. അവരെ കണ്ട ഉടൻ തന്നെ ഈ ഫോണ് പെട്ടെന്ന് അങ്ങ് ഡോക്ടർ കട്ടാക്കണം. അപ്പോൾ ഉടൻ തന്നെ നിധി അടിമുടി ഡോക്ടറെ ഒന്ന് നോക്കണം കേട്ടോ. ഇതേ സമയം ഗൗതം, എന്താ ഡോക്ടർ? അല്ല, നിങ്ങൾ ഇനിയിപ്പോൾ ശിവാനിക്ക് കൊടുത്ത വിഷയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണോ? അത് കേൾക്കുന്ന നിധി, അത് ഞങ്ങൾക്ക് അറിയേണ്ടതില്ല, ശിവാനി കുടിച്ച വിഷയം ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കേൾക്കുന്ന ഡോക്ടർ, അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, അവൾ കുടിച്ച വിഷയം ഏതാണെന്ന് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി. ഓ അങ്ങനെയല്ലേ, അതുകൊണ്ടാണ് ഡോക്ടർ ഇന്നലെ പറഞ്ഞതുപോലെ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയാണല്ലേ പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയാണ് പേടിക്കാനോ, നിധി ഇങ്ങനെ എന്തായാലും അവൾക്ക് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, അവളെ ഡിസ്ചാർജ് ചെയ്യാണ്, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനി വരുമോ എന്ന് നിധി വീണ്ടും ചോദിക്കുക. അപ്പോൾ ഗൗതമിൻ്റെ മുഖത്ത് നോക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും അവളുടെ ടെസ്റ്റ് റിപ്പോർട്ടൊന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് നന്നായിരുന്നു. ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അറിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അത്രയല്ലോ വേണ്ടുള്ളൂ, ഇതാ അവളുടെ ആ ഒരു ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അല്ല, നിങ്ങളിപ്പോൾ സത്യത്തിൽ ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് ഗൗതം ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഡോക്ടർ ഒന്ന് പതറിയിട്ടോ. ഇതെന്താ നിങ്ങൾ ഈ പറയുന്ന, ഒരു ഡോക്ടറോട് എന്തെങ്ങനെ സംസാരിക്കുന്നത്? വാട്ട്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ഗൗതമിൻ്റെ മുഖം അങ്ങ് മാറിയിട്ടോ. നിധിയാണെങ്കിലോ ഞങ്ങളോടാണോ കളി എന്നുള്ള ലെവലിൽ, ഞാൻ അങ്ങനെ ഒരു കള്ളം ചെയ്യുന്ന ഡോക്ടറല്ല, അതിന് ഞങ്ങൾ ഡോക്ടർ കള്ളം ചെയ്തു എന്ന് പറഞ്ഞോ? ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി, അല്ല നിങ്ങളിപ്പോൾ അങ്ങനെയുള്ള സംസാരമാണല്ലോ എൻ്റെ മുന്നിൽ സംസാരിച്ചത്, എന്നാൽ ഞാനൊരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നിധി ആണെങ്കിലും ആ വീഡിയോ അങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കാണുന്ന ഡോക്ടർ ആകെ നടുങ്ങിപ്പോവാണ്. ഈ ഒരു കമ്പൗണ്ടർ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. ഇത് ഇവിടെ നിന്നിരുന്ന എന്ന് പറയുമ്പോഴേക്കും ഗൗതം പറയണ, അതെ നിങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്ത് തന്നിരുന്ന ആ ആൾ തന്നെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു ഡോക്ടർ കിടുകിടാ വിറച്ചിരിക്കുന്ന ആകെ പേടിയോടുകൂടി നിൽക്കാൻ കേട്ടോ. ഇതേ സമയം നിങ്ങൾക്ക് ആരാ വിളിച്ചത്? നിങ്ങൾ വിളിച്ച ആ സ്ത്രീയുടെ നമ്പർ ഞങ്ങൾക്ക് തരണം, നിങ്ങളുടെ ഫോൺ എവിടെയെന്ന് പറയുമ്പോഴേക്കും ഗൗതം വാങ്ങുമ്പോഴേക്കും ഡോക്ടർ അത് പിടിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഗൗതം ആ ഫോൺ വാങ്ങാണ്. എന്നിട്ട് നിധി ചോദിക്കാൻ, നിങ്ങളെ വിളിച്ചത് വസുന്ധരയാണോ? അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ, എനിക്കറിയത്തില്ല അവരുടെ പേരൊന്നും, മര്യാദക്ക് പറഞ്ഞോ, വസുന്ധരയാണോ വിളിച്ചത്? അപ്പോൾ ഉടൻ തന്നെ ഗൗതം ആ ഫോണിൽ നിന്ന് ആ നമ്പർ എടുക്കൂ. അങ്ങനെ ആ നമ്പർ എടുത്ത് ഗൗതം ആ ഫോണിൽ നിന്ന് തിരികെ വിളിക്കുമ്പോൾ ആ ഫോണ് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് സ്വിച്ച് ഓഫ് ചെയ്ത വിധത്തിലാക്കി വെച്ചിരിക്കുന്നു. ഇതേ സമയം ഇത് അവരാണ് ശിവാനിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയുന്നത്, ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിങ്ങൾ കുരുക്കരുത്, ഒരു സ്ത്രീ എന്നോട് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു, ഞാനത് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഡോക്ടർമാർ, പണത്തിന് വേണ്ടി ഇരിക്കുന്ന ഡോക്ടർമാരെ ഒരിക്കലും എങ്ങനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം ഇനി നമുക്ക് വേണ്ടത് ചെയ്യലെന്ന് പറഞ്ഞ് നിധി ശിവാനിയുടെയും രേണുകയുടെ റൂമിലോട്ട് കയറി ചെല്ലാണ്. അപ്പോൾ രേണുകയും ശിവാനിയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രേണുക ചോദിക്കുക, വാ മോളെ ഈശ്വരമംഗലത്തോട്ട് നീ പോവല്ലേ എന്ന് ചോദിക്കുകയാണ് നിധിയോട്. അപ്പോൾ ഉടൻ തന്നെ നിധി ആണെങ്കിലോ, ഈശ്വരമംഗലത്തോട്ട് ഞാൻ പോകണമെന്നോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ നിധി ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നിധി എറിഞ്ഞു പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും
അപ്പോഴേക്കും ശിവാനി ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറ്റിയത്, നീ എന്തിനാ ഇതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും കരടം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. എടി, നീ എന്നെ നാടകം കളിപ്പിക്കുന്നോ? ഇത്രയും നാളും ഞാൻ നിന്നെ സഹിച്ചതും ക്ഷമിച്ചതും നീ എൻ്റെ അമ്മാവൻ്റെ മകളാണ്, ഇന്നല്ലെങ്കിൽ നാളെ നീ ശരിയാവുമെന്ന് വിചാരിച്ച് എൻ്റെ അമ്മക്കും പ്രണവിനും ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലോട്ട് നിന്നെ ഞാൻ നയിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നീ എന്താടി ചെയ്തത്? വിഷം കുടിച്ചിരിക്കുന്നു, അതും എന്നെ പറ്റിച്ചിരിക്കുന്നു. വൈറ്റമിൻ സി കുടിച്ചെടുത്തിട്ട് വൈറ്റമിൻ്റെ മരുന്ന് കുടിച്ചിട്ട് ഞങ്ങളെല്ലാം കബളിപ്പിച്ച് നീ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് തോന്നിയില്ലേ എന്ന് പറയുമ്പോഴേക്കും നിധി അവിടെ ഇരിക്കുന്ന ബാഗും അതുപോലെ ആ മരുന്നുകളെല്ലാം എടുത്തെറിയുമ്പോൾ രേണുക പറയണേ, എൻ്റെ മോള് എന്ത് തെറ്റാണ് നിധി ചെയ്ത്? എൻ്റെ മോള് ഈശ്വരമംഗലത്തോട്ട് കയറാനുള്ള ഒരു അടവുകളല്ലേ നോക്കിയത്. അപ്പോൾ ഇതേ സമയം നിധി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇത്രയും ദിവസം പ്രണവിനോട് അമ്മയോട് ഞാൻ വഴക്കിട്ടത്. ഇവളെപ്പോലെ ഒരു വൃത്തികെട്ടവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണല്ലോ ഞാൻ ശ്രമിച്ചത്. ഇവൾ ഒരിക്കലും ശരിയാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു, അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ, എന്താണ്, എൻ്റെ നിധി നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റി. പക്ഷേ നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയെന്ന് തോന്നിയിട്ടാണ്, ഞാൻ നിൻ്റെ സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത്. ദയവ് ചെയ്ത് ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാനല്ല, എനിക്ക് പ്രണവിൻ്റെ കൂടെ ജീവിക്കണം, നീ എന്നെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴേക്കും നിധി വീണ്ടും ശിവാനിയെ അടിക്കുകയാണ് കേട്ടോ. എടി, ഇത്രയും നേരം നീ എന്നെ വിഡ്ഢിയാക്കിയായിരുന്നു. ഞാനും ഗൗതമും നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്തത് അതൊക്കെ വേസ്റ്റ്. നിന്നെപ്പോലെ ഒരു പെരുങ്കളിയെ ഇനി പ്രണവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ കൊണ്ടുവരില്ല. എന്നിട്ട് പറയണേ, ഇല്ലാത്ത വിഷം കുടിച്ച് നീ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് വിഷമാണെന്ന് പറഞ്ഞ് എന്നെയും ഗൗതമിനെയും കബളിപ്പിച്ച് നിനക്ക് ഒത്താശ ചെയ്തു തന്നെല്ലാം വസുന്ധര ആൻറ്റിയല്ലേ? അയ്യോ, അവരൊന്നും ഇല്ല എന്ന് പറയട്ടോ. പിന്നെ ഈ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്ന ആ ഒരു ആളാരാന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രേണുക പറയാണ്, ഞാനിവരെ ശബ്ദം മാറ്റി വിളിച്ചതാണ്. അപ്പോഴേക്കും ഡോക്ടർ ഗൗതം കൊണ്ടുവരാണ് കേട്ടോ. ഇതാ ഇയാൾ പറയുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയുന്നുണ്ട്, ഞാൻ വിഷം കുടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ അതെന്നെ വാദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയണില്ല, ഇവൾ വിഷം കുടിച്ചിട്ടില്ല, ഇവൾ അഭിനയിച്ചതാണ്. എന്നോടൊരു സ്ത്രീ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തത്. ഇവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല, ഇപ്പോഴും കൊടുക്കുന്ന വൈറ്റമിൻ മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ രേണുക പറയണേ, അപ്പോഴേക്കും നിധി പറയണേ, ആ സ്ത്രീ വസുന്ധരയല്ലേ, എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും രേണുക പറയണേ, ഞാനാണ് ഈ ഡോക്ടർക്ക് വിളിച്ചത്, ഞാൻ ശബ്ദം മാറ്റി വിളിച്ചതാണ് എന്ന് പറയണം കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ഡോക്ടർ പറയണേ, ഈ ശബ്ദമല്ല എനിക്ക് വിളിച്ചത്. അപ്പോഴേക്കും രേണുക അതേ എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ആര് വിളിച്ചാലും എന്ത് വിളിച്ചാലും നീ എന്ന വൃത്തികെട്ടവളെ ഇനി പ്രണവിൻ്റെ ജീവിതത്തിൽ ഞാനും ഗൗതമും കൊണ്ടുവരാൻ ശ്രമിക്കില്ലടി. നീ ഇവിടെ നിന്നോ, നീ എന്ത് കാണിച്ചാലും ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. ഇത്രയും ദിവസം ഞാനും ഗൗതമും നിനക്ക് വേണ്ടി ആ വീട്ടിൽ പൊരുതുകയായിരുന്നു. എന്നാൽ നീയും അതുപോലെ നിൻ്റെ ഒപ്പം നിൽക്കുന്ന വസുന്ധരയും ചെയ്ത് കൂട്ടുന്നത് എന്താ? മറ്റുള്ളവരെ ഓരോ ദിവസവും കബളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനത് അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ട് നീ ഒരിക്കലും പ്രണവിൻ്റെ ഭാര്യയായി ഇനി ആ വീട്ടിലോട്ട് വരില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും നിധി പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിധി ഉടൻ തന്നെ ശിവാനിയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ, നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് ശിവാനിയും ഡോക്ടറെയും ഒരു ഭാഗത്തുനിന്ന് പിടിച്ച് വലിച്ച് അവർ രണ്ടുപേരെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.